ഇന്ന് ഞാനിവിടെ ശരിയാക്കാൻ പോകുന്നത് നല്ലൊരു പ്രോട്ടീൻ പൗഡറാണ്. ഞാനിത് മുമ്പ് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലും കുറച്ചുകൂടി സീഡ്സുകൾ പല ടൈപ്പുള്ളത് ഞാൻ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഇത്രയും ടൈപ്പ് ഓഫ് സീഡ്സിലാണ് ഞാൻ പ്രോട്ടീൻ പൗഡർ ശരിയാക്കുന്നത്. മോൻ ലീവ് കഴിഞ്ഞിട്ട് പോകാൻ സമയമായി. അപ്പോൾ മോന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണിത്. പ്രോട്ടീൻ പൗഡർ ശരിയാക്കിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. നല്ല രീതിയിൽ വെള്ളം കുടിക്കാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ പ്രോട്ടീൻ പൗഡർ ശരിയാക്കി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പ്രോട്ടീൻ പൗഡർ കുടിക്കുമ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിച്ചാൽ മാത്രമേ കിഡ്നി നന്നായിട്ട് ഫിൽട്ടർ ചെയ്യുകയും കുഞ്ഞുങ്ങൾക്ക് മറ്റ് ആരോഗ്യ സംബന്ധമായ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാതെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കണം. പ്രത്യേകിച്ചും തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന കുട്ടികളാണെങ്കിൽ വെള്ളം കുടിക്കാൻ പൊതുവെ മടിക്കും. കാരണം ദാഹിക്കില്ല അവിടെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ശരീരം വിയർക്കുകയൊക്കെ ചെയ്താലല്ലേ കൂടുതൽ ദാഹമൊക്കെ വരുള്ളൂ. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. എന്നിട്ടേ നമ്മൾ പ്രോട്ടീൻ പൗഡർ കൊടുത്തു വിടാവുള്ളൂ, അല്ലെങ്കിൽ ശരിയാക്കി കൊടുക്കാവുള്ളൂ. കുഞ്ഞുങ്ങളോട് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണത്. നമ്മൾ പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഈസിലി വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ അത് വാങ്ങിച്ച് നമ്മൾ കൊടുത്താൽ നമുക്ക് ഉറപ്പില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് അവർ ചേർത്തിരിക്കുക എന്ന്. ഇവിടെ ആകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ എന്തൊക്കെയായിരിക്കും അതിൽ ചേർക്കുന്നത് എന്ന്. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് കാഷ്യൂനട്ട് ഞാൻ 200 എടുത്തിട്ടുണ്ട്. പിന്നെ അൽമണ്ട് ഞാനൊരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് മക്കാന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, താമര വിത്ത്. അതിപ്പോൾ എല്ലാ മാളുകളിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ താമരയുടെ വിത്ത് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ സൺഫ്ലവർ എടുത്തിട്ടുണ്ട്, സൺഫ്ലവറിൻ്റെ സീഡ്സ്. ഇത് ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 150 ആണ്. പിന്നെ ഉണങ്ങിയ ഈന്തപ്പഴം, നന്നായിട്ട് ഉണങ്ങിയ ഈന്തപ്പഴം, അത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 250 ഗ്രാമോളം ഉണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് പീനട്ടാണ്. പീനട്ടും റോസ്റ്റഡ് തന്നെയാണ്. ഇത് പീനട്ട് ഞാൻ ഹോൾ പീനട്ട് ആയിരുന്നു, അതിൻ്റെ ഷെല്ലെല്ലാം ഞാൻ പൊളിച്ച് കളഞ്ഞിട്ട് എടുത്തതാണ് ഇപ്പോൾ. പിന്നെ കൂടാതെ ഞാൻ എടുത്തിരിക്കുന്നത് പംകിനാണ്. പംകിന് ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാമാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഇന്ന് പ്രോട്ടീൻ പൗഡർ ശരിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്തിൽ എനിക്ക് റോസ്റ്റ് ചെയ്യേണ്ടാത്ത 2 സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഈ പീനട്ടും പിന്നെ ഈ സൺഫ്ലവറുമാണ്. ബാക്കി പിന്നെ ഈ ഈന്തപ്പഴം നന്നായിട്ട് നമുക്ക് ഉണങ്ങിയതായതുകൊണ്ട് തന്നെ അത് നമുക്ക് ചൂടാക്കേണ്ട ആവശ്യം വരുന്നില്ല. ബാക്കിയെല്ലാം നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് ചൂടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ അടപ്പ് വയ്ക്കാം. ഞാനൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രം എടുത്തിരിക്കുന്നത്, അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചൂടായി കിട്ടും. പാൻ ചൂടായിട്ടിട്ട് ആദ്യം തന്നെ നമുക്ക് പംകിൻ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് വറുത്ത് തന്നെ ഇടണം. ഈ പംകിന് നല്ല ഫ്രഷ് പംകിനാണ്. ഇതിപ്പോൾ ഏകദേശം ശരിയായി വരുന്നുണ്ട്. ഇത് സൗണ്ട് കേട്ടോ, ഇങ്ങനെ പൊട്ടുന്നൊരു സൗണ്ട് കേട്ടില്ലേ? അങ്ങനെ ആയി വരുമ്പോഴേക്കും നമുക്ക് ഇത് ഏകദേശം ശരിയായി എന്ന് നമുക്കറിയാം. ഒട്ടും കരിയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. റോസ്റ്റ് ആകണം, പക്ഷെ കരിയരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻ പൗഡറിൻ്റെ ടേസ്റ്റ് പാടെ മാറിപ്പോകും. എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടത്തതേ ഇല്ല. ഇത്തിരി ക്ഷമയോടെ നമ്മൾ ചെയ്യണം ഇത്. നല്ല മണമായി പിന്നെ സീഡ്സൊക്കെ ഇങ്ങനെ റോസ്റ്റായി വരുമ്പോഴേക്ക് നല്ലൊരു സ്മെല്ലാണ്. ഇതിപ്പോൾ ശരിയായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇനി ഇട്ട് കൊടുക്കുന്നത് ആൽമണ്ടാണ്. ആൽമണ്ട് നമ്മൾ ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ചൂടായി പോകരുത്. അങ്ങനെ ആകുമ്പോൾ ഇതിന് എണ്ണ ഇറങ്ങും. ആൽമണ്ടിന് എണ്ണ ഉണ്ടല്ലോ, ആൽമണ്ട് ഓയിൽ. അതിൻ്റെ ഓയിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് ചൂടാക്കിയിട്ട് മാറ്റണം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അത്. അതല്ലെങ്കിൽ നമ്മൾ പൊടിക്കുമ്പോൾ ഇതിൻ്റെ എണ്ണ ആ പൊടിയിലൊക്കെ പറ്റിയിട്ടിങ്ങനെ ഒട്ടും പൗഡർ. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ചൂടാക്കി മാത്രമേ എടുക്കാവുള്ളൂ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഏകദേശം റെഡിയാവുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സ്റ്റീൽ പാത്രത്തിലൊക്കെ ആകുമ്പോൾ ആ പാത്രത്തിനും കൂടെ നല്ല ചൂടുണ്ടല്ലോ, അതിൻ്റെ ചൂടും കൂടെ ആകുമ്പോൾ വേഗം ഇതാകും. ഞാനിപ്പോൾ ഒരു മീഡിയം തീയിലും കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ശരിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റാം. അടുത്തത് കാഷ്യൂനട്ട്. ഇത് ഞാൻ തൊലിയുള്ള ഇത് ഞാൻ വൃത്തിയാക്കി എടുത്തതാണ് കാഷ്യൂനട്ട്. അതും കൂടുതലങ്ങ്
ഫ്രൈ ആയി പോകണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അത്. അപ്പോൾ ഇതും ഇവിടെ ശരിയായിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇനി ഇട്ട് കൊടുക്കുന്നത് മക്കാന, നമ്മുടെ താമര വിത്ത്. ഇത് ശരിക്കും മുമ്പൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഈ അടുത്ത സമയത്താണ് ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയത്. ഇപ്പോൾ എല്ലാ മാളുകളിലും ഇത് കിട്ടും. ഒരുവിധം നല്ല മാളുകളിലെല്ലാം ഉണ്ട്. വളരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു പ്രോട്ടീൻ പൗഡറാണ് ഇത്. ഇപ്പോൾ മക്കളൊക്കെ വളർന്നവരുണ്ടെങ്കിലേ ഇത് ചെയ്തു കൊടുത്ത്, പ്രത്യേകിച്ച് അവർ ദൂരെയൊക്കെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തു കൊടുത്തു വിട്ടാൽ അവർക്കിപ്പോൾ അത് വളരെ കുറവല്ലേ സമയം പഠിക്കാനൊക്കെ പോകുമ്പോഴേ, ഇത് ഒരുപാട് ഗുണം ചെയ്യും അവർക്ക്. അങ്ങനെ മക്കാനയും റെഡി ആയിട്ടുണ്ട്. ഇത് പിന്നെ അധിക സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്നാകും. ഇതിന് തീരെ വെയിറ്റ് ഇല്ലേ. ഞാൻ ഈ അടുത്ത സമയത്ത് യൂട്യൂബിലൂടെ കണ്ടു ഈ മക്കാന എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ. അങ്ങനെ എനിക്കിത് ഉറപ്പായത് ഇത് താമരയുടെ വിത്താണെന്ന്. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഉണങ്ങിയ ഈന്തപ്പഴം. ഇത് ഉണങ്ങിയതാണ് ഓൾറെഡി, നമുക്കിത് ചൂടാക്കേണ്ട കാര്യമൊന്നും ഇല്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് അതിലേക്കൊന്നിട്ടു. കാരണം എത്ര ഉണങ്ങിയതാണെന്ന് പറയാനും ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ നനവുണ്ടാകും. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രമായ പെട്ടെന്ന് അടിക്ക് കരി പിടിക്കും. അപ്പം ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള സാധനങ്ങളെല്ലാം മോനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോൻ ഇനി ആ സാധനങ്ങളൊന്നും എക്സ്ട്രാ ഇതിനകത്തിൽ ചേർത്തിട്ട് കഴിക്കില്ല. സാധാരണ മോന് ഈന്തപ്പഴം, പിന്നെ ബനാന, പിന്നെ എന്താണ് പീനട്ടിൻ്റെ പേസ്റ്റ്, പീനട്ടിൻ്റെ ക്രീം വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ഇതൊക്കെ അഡീഷണലി ചേർത്തിട്ടായിരുന്നു പാലിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ഞാൻ ചേർക്കുന്നത് കൊണ്ട് തന്നെ അതൊന്നും ഇനി ചേർക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മോനത് കണ്ടതുകൊണ്ട് ഇനി അതൊന്നും ചേർക്കില്ല. അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ക്വാണ്ടിറ്റി എക്സസ് ആയിപ്പോവും. ഈ ഉണങ്ങിയ ഈന്തപ്പഴമൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടും. മുമ്പൊക്കെ ആയിരുന്നു നമുക്ക് ഈന്തപ്പഴമൊക്കെ കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ഇപ്പം നാട്ടിലൊക്കെ ഈന്തപ്പഴം വേണ്ടുവോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം മാത്രമല്ല, നാട്ടിൽ ഇഷ്ടം പോലെ മാളുകളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മാളുകളിൽ നിന്ന് എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ കിട്ടും. അതൊരു വലിയ ഉപകാരമായി. ഇപ്പോൾ ഈ ഈന്തപ്പഴം ശരിയായിട്ടുണ്ട്. ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട്. മൂത്തിട്ട് ഇത് ഉണങ്ങിയതായതുകൊണ്ട് തന്നെ മൂക്കാനൊന്നുമില്ല. ഞാൻ ആ വെള്ളം തന്നെ ഉണ്ടെങ്കിൽ അതൊന്ന് അബ്സോർബ് ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ കുറച്ച് സമയം ഈ പാനിലിരുന്നിട്ട് അതൊന്ന് തണുക്കട്ടെ. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന സൺഫ്ലവറിൻ്റെ സീഡ്സ് ഇട്ടു. പിന്നെ ഇത് ഓൾറെഡി റോസ്റ്റഡായിട്ട് കിട്ടിയ പീനട്ടാണ്, അപ്പോൾ അത് ഇട്ടു. ഇത്രയും സാധനങ്ങളാണ് ഞാനിതിലിപ്പോൾ പൊടിക്കാനായിട്ട് ചേർക്കുന്നത്. ഇനി പൊടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി സാധനങ്ങൾ ചേർക്കാം, അപ്പോൾ കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്നത് പോലെ പുറത്തുനിന്ന് വാങ്ങിയാൽ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ, എനിക്കില്ല. ഇപ്പം നിങ്ങൾ മക്കൾക്ക് ഇങ്ങനെ ദൂരെയൊക്കെ പഠിക്കാൻ പോകുന്ന മക്കൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്ന ഒരുവിധം നല്ല പ്രായത്തിലോട്ട് എത്തിയ മക്കളാണെങ്കിൽ ഇതുപോലെ ശരിയാക്കി ഡെയിലി ഓരോ ഗ്ലാസ് പാലിനകത്തിൽ ഒരു 2 സ്പൂണ് 3 സ്പൂണൊക്കെ ഇട്ടിട്ട് കലക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ നല്ല ആരോഗ്യം ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു, നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമേ പ്രോട്ടീൻ പൗഡർ ശരിയാക്കി കൊടുക്കാവുള്ളൂ. ഞാനത് തണുക്കാനായിട്ട് ഈ വലിയ പാത്രത്തിലേക്കാക്കി. അപ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോൾ നല്ലതായിട്ടൊന്ന് തണുക്കണം, എങ്കിലേ നമുക്കത് പൊടിച്ചാൽ ശരിയാവുള്ളൂ. ഇപ്പോൾ ഇത് തണുത്തു. ഇനി ഞാൻ പൊടിക്കാൻ തുടങ്ങുകയാണ്. ഇതിന് ഞാൻ ഈ ആൽമണ്ട് മാത്രം ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. കാരണം ആൽമണ്ട് കൂടുതൽ സമയം കിടന്ന് പൊടിഞ്ഞാൽ ഇതിൻ്റെ എണ്ണ ഇറങ്ങും. അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ആക്കിയിട്ട് പൊടിക്കുന്നത്. ഇത് നമ്മൾ പൊടിക്കുമ്പോൾ പൾസിലിട്ട് മാത്രമേ പൊടിക്കാവുള്ളൂ. അങ്ങനെ ഇപ്പം ആൽമണ്ടിൻ്റെ പൊടിഞ്ഞ് കിട്ടി.
ഇനി ഞാൻ ബാക്കിയുള്ളതെല്ലാം കൂടി കുറേശ്ശെ ഗ്രൈൻഡറിലിട്ടിട്ട് പൊടിച്ച് ചേർക്കുക. ഇനി ഒന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയെല്ലാം നമുക്ക് കുറേശ്ശെ ഇതിൽ കൊള്ളുന്ന അത്ര വീതം ഇടാവുള്ളൂ, നിറച്ചിടരുത്. അപ്പോൾ എല്ലാം ഒന്നും പൊടിഞ്ഞ് കിട്ടില്ല. കുറേശ്ശെ ഇട്ടിട്ട് ബാക്കിയും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഞാൻ സൗണ്ട് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്നേരം കാണിക്കാത്തത് കേട്ടോ. ഇത് നമ്മൾ കുറച്ചൊന്ന് പൊടിച്ചിട്ട് ഇതുപോലെ ഒരു സ്പാച്ചില കൊണ്ട് അടുക്കിയിരിക്കുന്നതൊക്കെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഇട്ടിട്ട് പൊടിക്കണം. അപ്പോൾ എല്ലാം ഒരുപോലെ പൊടിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല പൊടിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ എല്ലാം കൂടെ മിക്സായി വരുമ്പോഴേക്കും ഇതെല്ലാം റെഡിയാകും. അപ്പം നിങ്ങളിപ്പം പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നുകയാണ് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും സാധനം പൊടിഞ്ഞെടുക്കാൻ സമയം എടുക്കുന്നതെന്ന് കണ്ടാൽ എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം, നിങ്ങളിങ്ങനെ ശരിയാക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ. ഇത് ഞാനിപ്പോൾ ഡേറ്റ്സ് കുറച്ച് ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്താണ്. ഇത് ഞാൻ നിങ്ങളൊന്ന് പൊടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചില ഗ്രൈൻഡറിനൊക്കെ അത്ര ഷാർപ്പായിരിക്കത്തില്ലല്ലോ പൊടിക്കാൻ. അങ്ങനെ ആകുമ്പോൾ നിങ്ങളിങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് അത് സെപ്പറേറ്റ് പൊടിച്ചങ്ങ് ചേർത്താലും മതി. അത് ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത്. ഇപ്പോൾ അത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഡേറ്റ്സ് പൊടിച്ചതാണ്. ഇത് ഡേറ്റ്സ് പൊടിക്കാൻ എനിക്ക് കുറച്ചും കൂടി ഒരു പൊടി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളെ പൊടിച്ച് കാണിച്ചതാണ്. ഈ ഡേറ്റ്സ് പൊടിക്കുമ്പോഴും നമ്മൾ പൾസിൽ തന്നെ ഇട്ട് പൊടിക്കണമെന്നില്ല, സ്പീഡ് കൂട്ടിയിട്ടിട്ട് നമുക്ക് പൊടിക്കാം. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞും കിട്ടും. മിക്സ് ചെയ്തിട്ടാലും പൊടിക്കാം, പക്ഷേ ഇൻ കേസ് അങ്ങനെ സെപ്പറേറ്റ് പൊടിച്ചാലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഡേറ്റ്സ് പൊടിച്ച് കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ പൊടിച്ചിങ്ങനെ ഇടുമ്പോഴേക്കും നമുക്ക് കുഴഞ്ഞൊന്നുമല്ല ഇരിക്കുന്നത്, ഇതെല്ലാം നല്ല പൗഡറായിട്ടാണ്. ഇതെല്ലാം കൂടി ഇനി മിക്സായി വരുമ്പോഴേക്കും അടിപൊളിയാവും. ഇനി ഞാൻ ബാക്കിയും കൂടെ പൊടിച്ചെടുക്കട്ടെ. അടുത്ത സെറ്റും പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്ന ഓരോ സാധനങ്ങൾ. ഇപ്പം ഞാൻ ഈ സീഡ്സ് എല്ലാം പൊടിച്ചെടുത്തു. ഇനി ഞാൻ ഇതിനാവശ്യമായ മധുരം, അത് കൽക്കണ്ടം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. എനിക്കിവിടെ കൽക്കണ്ടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. ഞാൻ ഇവിടെ വീട്ടിലാവശ്യത്തിന് എപ്പോഴും ബ്രൗൺ ഷുഗർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ബ്രൗൺ ഷുഗറാണ് ഇതിനകത്ത് പൊടിച്ച് ചേർക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കപ്പ്, ഒരുപാട് ഷുഗർ ചേർക്കണ്ട. പിന്നീട് നമുക്ക് മധുരം നോക്കിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ബ്രൗൺ ഷുഗർ എടുത്തത്. ഇത് ഞാൻ പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ ചേർക്കുക. അപ്പോൾ ബ്രൗൺ ഷുഗർ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൂടെ നമുക്കിതിനകത്തേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് വേറെ 2 സാധനങ്ങൾ കൂടെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് തന്നെ പകർന്നു. എന്നിട്ട് ഞാൻ ഇതിലിട്ട് എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തെടുത്തു. ഇപ്പം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിനകത്തിൽ കട്ട പിടിച്ചിരിപ്പുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഇതിങ്ങനെ ഇതുപോലെയുള്ള ഒരു വലിയ പാത്രത്തിൽ നിരത്തി വെച്ചിരുന്നാൽ മതി. അപ്പോഴേക്കും അത് നല്ലോണം ഒന്ന് തോരും. ഇതിനകത്തിൽ ഇപ്പോൾ ഈ എണ്ണമയമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പംകിൻ സീഡ്, പിന്നെ സൺഫ്ലവർ സീഡ്, ആൽമണ്ട്, ഇതിനൊക്കെ ഓയിലുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കട്ട ഉള്ളതുപോലെ തോന്നുന്നത്. പക്ഷേ ഇത് തോരുമ്പോൾ ഇതങ്ങ് ശരിയാണ്, തോരാനൊന്നുമില്ല. കുറച്ച് സമയം നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്നെ റെഡിയാകും. അതെല്ലാം നിങ്ങൾ പൊടിക്കുമ്പോൾ ഇച്ചിരി കട്ടയായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം വെച്ചിട്ട് നിങ്ങൾ പിന്നീട്, അല്ലെങ്കിൽ ഒരു രാത്രി ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്നും കൂടെ നല്ലതായിട്ട് അത് ഒന്ന് ഉണങ്ങിയെന്ന് തോന്നുന്ന ഒരു പരുവാകുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോഴേക്കും അത് കറക്റ്റ് പൗഡറായിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഷുഗറൊക്കെ ചേർത്തു, ആവശ്യത്തിനുള്ള ഷുഗറൊക്കെ ഉണ്ട്. ഇനി ഞാൻ അതിലേക്ക് ബാക്കി സാധനങ്ങളും കൂടെ ചേർക്കാൻ പോകും. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചോക്ലേറ്റിൻ്റെ പൊടിയാണ്, കൊക്കോ പൗഡർ. കാരണം എനിക്ക് ഇവിടെ മോന് ചോക്ലേറ്റിൻ്റെ പൗഡർ ഇഷ്ടമായതുകൊണ്ട്, ഈ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ചോക്ലേറ്റ് പൗഡർ ചേർത്തിട്ട് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ കൊക്കോ പൗഡർ ചേർക്കുന്നത്. നല്ല ബ്രാൻഡഡ് കൊക്കോ പൗഡർ നോക്കി എടുക്കണം. എന്നിട്ട് അത് ആവശ്യത്തിന് കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്, കാരണം അത് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് തന്നെ. അതിന് പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല കേട്ടോ. കുട്ടികൾക്ക് എത്രത്തോളം അത് ഇഷ്ടമാണോ അത്രത്തോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് തന്നെ കുറേ കൂടെ വേണ്ടി വരും ഇത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്.
ഇതെല്ലാം മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നീട് മധുരം വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നെ ഷുഗർ ചേർക്കാവുള്ളൂ. അതല്ല കുട്ടികൾക്ക് ഇപ്പം പാലിൻ്റെ കൂടെയൊക്കെ ഇത് എടുത്ത് കഴിക്കുമ്പോൾ അവർക്ക് ഹണി ഒഴിച്ച് കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അന്നേരം മധുരത്തിന് പകരം ഹണി ഒഴിച്ച് കഴിച്ചാലും മതി. ഇപ്പം ഞാൻ ഇതിനകത്തിൽ കുറേ കൂടെ ചോക്ലേറ്റിൻ്റെ പൗഡർ ചേർത്തിട്ടുണ്ട്, കൊക്കോ പൗഡർ. ഇത് നല്ല ബ്രാൻഡഡ് കൊക്കോ പൗഡറാണ്. അപ്പോൾ പിന്നെ ഇതിനകത്തിലെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല, ചൊവ്വയൊന്നും ഒരു ബാഡ് ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് തന്നെയായിരിക്കും ഇത്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം, ഇതെല്ലാം കൂടി മിക്സ് ആവണം. ഇനി ഇതിനോടൊപ്പം ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് പാൽപ്പൊടിയാണ്. കാരണം കുറച്ച് പാൽപ്പൊടിയും കൂടി ചേരുമ്പോഴാണ് ഇതിന് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുട്ടികൾ പറയില്ലേ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് എന്താ ടേസ്റ്റ്, ഇവിടെ വീട്ടിലുണ്ടാക്കുന്നതിന് ടേസ്റ്റ് ഇല്ലല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചേർത്ത് വരുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയുള്ള ടേസ്റ്റ് വരും, അതിലും ടേസ്റ്റ് വരും. അപ്പോൾ ഞാൻ കുറച്ച് പാൽപ്പൊടി ചേർക്കുകയാണ്. അത് നല്ല പാൽപ്പൊടി തന്നെ ചേർക്കണം, എന്താ പറയുന്നത്, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള. ഇതൊക്കെ ശരിയാക്കുമ്പോൾ നമ്മൾ നല്ല സാധനങ്ങൾ തന്നെ ചേർത്ത് വേണം ശരിയാക്കാൻ. കാരണം കുറച്ച് നാൾ ഇരിക്കണമല്ലോ ഇതൊക്കെ. അപ്പോൾ ഇത് ഇരുന്നിങ്ങനെ ഒരു കനപ്പ് ചെവയൊക്കെ വരില്ലേ, അതൊന്നും ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ബ്രാൻഡഡ് സാധനം തന്നെ ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിന് പാൽപ്പൊടിയും ചേർത്തു. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എല്ലാ പൊടികളും നന്നായിട്ട് മിക്സ് ചെയ്ത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ പിള്ളേർ വിടുമോ ഇത്. ഇപ്പോൾ ഇനി ഇത് കുഞ്ഞുങ്ങൾക്ക് ഈ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ പൊടിച്ചെടുത്ത പൊടിയോടൊപ്പം ആ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള മധുരവും ചേർത്ത് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇത് മോന് ചോക്ലേറ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആ ചോക്ലേറ്റിൻ്റെ പൊടി ചേർത്തത്, കൊക്കോ പൗഡർ. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇത് ഒരു 3 മാസമൊക്കെ കഴിക്കാനുള്ളത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത്രയും ഉണ്ടാവത്തില്ല, എങ്കിലും ഒരു 2 മാസമൊക്കെ കഴിക്കാനുണ്ടാവും. ഇന്ന് ഞാനിത് ടിന്നിലാക്കില്ല. ഇന്ന് ഒരു ദിവസം ഞാനിതിങ്ങനെ തുറന്ന് വെച്ചിരിക്കും. എന്നിട്ട് ഇന്ന് ഇപ്പോൾ രാത്രിയായി, നാളെ രാവിലെ ഞാനിതെല്ലാം ഓരോ ടിന്നുകളിലാക്കും. അത്രയും സമയം കൊണ്ട് ഇതിനകത്തിലുള്ള ചെറിയ ഈർപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറും. പിന്നെ നമ്മൾ ഈ പൊടിയൊക്കെ ഈ പാൽപ്പൊടിയും പിന്നെ എന്താണ് ഷുഗറും കൊക്കോ പൗഡറും എല്ലാം കൂടി ഇടുമ്പോൾ തന്നെ ഇതിനകത്തിലുള്ള ആ ഈർപ്പം എല്ലാം പോകും. അതെല്ലാം കൂടെ മിക്സായി വരുമ്പോൾ തന്നെ. ഇത് നോക്കിയേ, ഇത് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ കോരി കഴിക്കില്ലേ. ഇതിപ്പോൾ മോനിപ്പോൾ എൻ്റെ അടുത്തില്ല, അല്ലെങ്കിൽ ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മധുരം എന്തെങ്കിലും വേണം എക്സ്ട്രാ എന്നുണ്ടെങ്കിൽ പറയും. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇതിപ്പോൾ എല്ലാം കറക്റ്റാണ്. നമ്മൾ ഇത്രയും സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങണമെങ്കിലേ എന്തോരം കാശ് കൊടുക്കണമല്ലേ. നമുക്ക് ഉറപ്പുമില്ല ഇതിനകത്തിൽ എന്തൊക്കെയായിരിക്കും അവർ ചേർത്ത് തരാമെന്ന്. ഇതിപ്പോൾ നമ്മൾ തന്നെ ശരിയാക്കുന്നതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് എന്താണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ഇത്രയും റെഡി ആയി കഴിഞ്ഞു. അപ്പം നിങ്ങൾ ശരിയാക്കി നോക്കുക നിങ്ങളുടെ മക്കൾക്കും. അപ്പം തീരെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത്രയൊന്നും വേണ്ട സാധനങ്ങൾ, ഇതിലും കുറച്ചുള്ള സാധനങ്ങളൊക്കെ മതിയാവും. മുതിർന്ന കുട്ടികളാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കി കൊടുത്താൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഒരുപാട് ഉപകാരമാകും. അവർ രാവിലെയൊക്കെ പഠിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ഗ്ലാസ് പാലിൻ്റെ കൂടെ ഇതിൽ ഒരു 2 സ്പൂൺ 3 സ്പൂണൊക്കെ ഇട്ടിട്ട് അവർക്ക് പെട്ടെന്ന് അത് കലക്കി കുടിച്ചിട്ട് പോകാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ ചെയ്താലുള്ള പ്രയോജനം. ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. പക്ഷേ എന്നാലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. കാരണം അവരുടെ ശരീരത്തിൽ എപ്പോഴും ആരോഗ്യമുള്ള സാധനങ്ങൾ ചെല്ലണം, ആരോഗ്യം ഉണ്ടാകുന്ന സാധനങ്ങൾ ചെല്ലണം എന്നല്ലേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീട്ടിൽ തന്നെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുള്ളത്. അപ്പോൾ എല്ലാ അമ്മമാർക്കും ഇത് പറ്റും. നിങ്ങളും ഒന്ന് ശ്രമിച്ച് നോക്കുക. എന്നിട്ട് ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്, കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചും. അപ്പോൾ നിങ്ങളിത് ശരിയാക്കി നോക്കുക. എന്നിട്ട് ഒരു ഇത്തിരി കഠിന പ്രയത്നമൊന്നും പറയാനില്ല, എന്നാലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുക. ഓക്കെ, താങ്ക് യു. ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ റെഡിയാക്കിയ പ്രോട്ടീൻ പൗഡറാണ്. അത് ഞാനൊരു ബൗളിലേക്ക് കുറച്ചെടുത്തു. എന്നിട്ട് ഞാൻ ഇതുപോലെയുള്ള സ്പൂണിന് 3 സ്പൂണ് പാലിലേക്ക് ഇട്ടിട്ട് ഇപ്പം ഞാൻ മോന് കൊടുക്കാൻ പോവാണ്. ഇതുപോലുള്ള 3 സ്പൂൺ ഇട്ടാൽ മതി. കുറച്ച് വളർന്ന കുട്ടികളാകുമ്പോൾ ഇതുപോലുള്ള 3 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ഇതിട്ട് നന്നായിട്ട് കലക്കുക.
കണ്ടോ, ഇതാണ് ഞാൻ ശരിയാക്കിയ പ്രോട്ടീൻ പൗഡർ. അപ്പോൾ ഇത് മോൻ നല്ല ടേസ്റ്റായിട്ട് കുടിക്കും. അപ്പോൾ നിങ്ങളും ഇതുപോലെ കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാൻ ശ്രമിക്കുക.